ഗ്ലോറി ബി ടു ദ ട്രയൂൺ ഗോഡ്. കർത്താവിൽ സ്നേഹിതരെ, ക്രൈസ്തവ വിശ്വാസത്തിൽ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കുമായി നാം ഏവരും എത്തിച്ചേരുന്ന ദിവസമാണല്ലോ ദുഃഖവെള്ളി, വലിയ വെള്ളിയാഴ്ച, ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്നത്. തൻ്റെ ജനത്തിനു വേണ്ടി കാൽവറി യാഗമായി തീർന്ന യേശുക്രിസ്തു നടന്നു നീങ്ങിയ ആ വഴികളിലൂടെ നമുക്കും സഞ്ചരിക്കാം. ജയഘോഷത്തോടെ യെരൂശലേം നഗരവീതിയിൽ യേശുവിനെതിരേറ്റ ജനം ഇന്നൊരു കുറ്റവാളിയായി കുറ്റം ചുമത്തിക്കൊണ്ട് ഭാരമേറിയ കുരിശും വഹിച്ചുകൊണ്ട് കുപ്രസിദ്ധരായ കള്ളന്മാരോടൊപ്പം റോമൻ സാമ്രാജ്യാധികാരികളുടെയും പടയാളികളുടെ അകമ്പടിയോടെ അവനെ ശിക്ഷിക്കണമെന്ന ആർപ്പുവിളികളോടെ വീണ്ടും യെരൂശലേം വഴിയിലൂടെ കടന്നു പോകുന്നു. ഈ വഴിയിലൂടെ കുരിശും പേറിപ്പോകുന്ന യേശുനാഥനെ കണ്ടുകൊണ്ട് വിലപിച്ചു മുറയിടുന്ന യെരൂശലേം പുത്രിമാരെ നമുക്ക് കാണുവാൻ സാധിക്കും. അവരുടെ കരച്ചിൽ നിൽക്കുന്നില്ല. അവർ അവരോട് തന്നെ ചോദിക്കുന്നു, എന്തുകൊണ്ട് ഈ നാഥൻ കഷ്ടമനുഭവിച്ചു? ഈ ക്രൂശ് വഹിച്ചുകൊണ്ട് പോകുവാൻ ആരാണ് ഉത്തരവാദി? Why is Jesus suffering in this manner? Who is the one responsible for this suffering? ഉശാന പെരുന്നാളിൽ കൈകളിൽ പൂക്കളുമേന്തി തങ്ങളുടെ അധരങ്ങൾ കൊണ്ട് സ്തുതിച്ചവനെ ഇന്ന് കൈകളിൽ കല്ലും പേറിയവനെ ശിക്ഷിക്ക എന്ന് ആർത്തു വിളിക്കുകയാണ്. കർത്താവിൽ സ്നേഹിതരെ, മാനുഷികമായ നിലയിൽ നിന്ന് നാം ചിന്തിക്കുമ്പോൾ പല വ്യക്തികളുടെയും പേരുകൾ കർത്താവ് ക്രൂശിക്കപ്പെടുവാൻ കാരണമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. അങ്ങനെ ആദ്യം വരുന്നൊരു പേര് ഇസ്കറിയത്ത് യൂദായുടേതായിരിക്കും. ഔട്ട് ഓഫ് ഗ്രീഡ്, അത്യാഗ്രഹം ഒന്നുകൊണ്ട് മാത്രം തൻ്റെ നാഥനെ ഒറ്റിക്കൊടുത്തു. സെക്കൻഡ്ലി വി ബ്ലെയിം ഹൈ പ്രീസ്റ്റ്, മഹാപുരോഹിതന്മാർ. ഔട്ട് ഓഫ് എൻവി, അസൂയ എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവനെ ക്രൂശിത്തറയ്ക്കുവാൻ തക്കവണ്ണം അവർ നിർബന്ധിച്ചു. നെക്സ്റ്റ് വി ബ്ലെയിം പൊന്തിയോസ് പൈലറ്റ്. ദ റീസൺ ഈസ് ഔട്ട് ഓഫ് ഫിയർ. തൻ്റെ സ്ഥാനം നഷ്ടപ്പെടുവോ എന്നുള്ള ഭയം കൊണ്ട് അവനെ ക്രൂശിക്കപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. അവസാനം ഫാരിസീസ് ആൻഡ് സാദുസീസ്. ദ റീസൺ ഈസ് പൊളിറ്റിക്കൽ ഇമേജ് ഓഫ് ദീസ് പീപ്പിൾ. ഒരുപക്ഷേ തങ്ങൾക്ക് അവിടെയുള്ള ജനങ്ങളിലുള്ള സ്വാധീനം നഷ്ടപ്പെടുവോ എന്നുള്ള ഭയം കൊണ്ട് അവൻ്റെ മേൽ കുറ്റം ആരോപിച്ചു. എന്നാൽ സ്പിരിച്വലി ഒരു ദൈവികമായ ചിന്തയിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ക്രിസ്തു ഈ പീഡകളെ സഹിക്കുന്നത് ദൈവത്തിന് മനുഷ്യരോടുള്ള സ്നേഹം മൂലമാണ് എന്ന് നമുക്ക് മനസ്സിലാകും. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട്. പാപികളായ നമുക്കൊരോരുത്തർക്കും വേണ്ടിയാണ് ക്രിസ്തു പീഡകൾ സഹിച്ചത്, ക്രൂശിൽ ഏറിയത് എന്ന് നാം മനസ്സിലാക്കണം. ഇതാ മനുഷ്യവർഗം മുഴുവൻ കുറ്റക്കാരായി ഈ ക്രൂശിൻ ചുവട്ടി നിൽക്കുമ്പോൾ പാപമില്ലാത്ത അരുമനാഥൻ സകല പാപഭാരവും പേറി പാപികളായി നമുക്ക് വേണ്ടി കാൽവറിയിൽ സ്വയം യാഗമായി തീരുന്നു. ഈ അവസാന നിമിഷം നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, കടന്നു പോകുന്ന ഏവരുമായുള്ളവേ, ഇത് നിങ്ങൾക്ക് ഏതുമില്ലയോ? യു ആസ്ക് യുവർ സെൽഫ് അറ്റ് ദിസ് മൊമെൻറ്റ്, ഈസ് ഇറ്റ് നത്തിങ് ടു അസ്? ഈ ദുഃഖവെള്ളിയാഴ്ചയുടെ ശുശ്രൂഷകളിൽ നാം പങ്കുചേരുമ്പോൾ നാം വെറും കാഴ്ചക്കാരാകാതെ എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ് അവൻ ക്രൂശിൽ പാപയാഗമായി തീർന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പാടുവാൻ സാധിക്കണം. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലയോ
ക്രൂശിന്മേൽ തൂങ്ങുന്നു. നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. നമുക്കൊരൽപ്പം മാറ്റി പ്രകാരം പാടാം. എൻ്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. നമ്മുടെ അനുദിന ജീവിതത്തിൽ പാപത്തിൻ്റെ കറ പുരളാതെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.